ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹാപ്പി ഓണം. നമ്മൾ ഇന്ന് നമ്മുടെ മുന്തിരിയുടെ പ്രൂണിങ്ങിന് വേണ്ടിയാണ് ഇങ്ങോട്ട് കയറിയിരിക്കുന്നത്. നമ്മൾ ഈ മുന്തിരി എല്ലാ മാസവും നമുക്കിതേ മുന്തിരിക്കൊലകൾ ഉണ്ടാകുന്നുണ്ട്. ഇത് കണ്ടോ, ഇപ്പോഴും മുന്തിരിക്കൊലകൾ കിടക്കുവാണ്, എങ്കിലും നമ്മളിത് പ്രൂൺ ചെയ്ത് വിടുവാണ്. ഇത് മുന്തിരിക്കൊല ഇവിടെ കിടപ്പുണ്ട്. ഇത് കണ്ടോ, ഇതൊരു നല്ല കൊലയാണ്. അതുപോലെ തന്നെ ഇവിടെ എല്ലാ മുന്തിരിക്കൊലകൾ, ഇങ്ങോട്ട് നീണ്ട കമ്പുകളെല്ലാം മുന്തിരിക്കൊലകൾ കിടപ്പുണ്ട്. എങ്കിലും കുറച്ച് നമുക്ക് സൈഡിൽ നിർത്താവുന്നതൊക്കെ നിർത്തി ബാക്കിയെല്ലാം നമ്മൾ പ്രൂൺ ചെയ്ത് വിടുവാണ്. കാര്യം നമ്മുടെ മുന്തിരിയുടെ ഇലകളെല്ലാം ഇത് കണ്ടോ, കരിഞ്ഞിരിക്കുന്നത് കണ്ടോ. നമ്മൾ കുറച്ച് നാളായിട്ട് ഇങ്ങോട്ട് കയറാതിരുന്നത് കൊണ്ട് അത് മൊത്തം കരിഞ്ഞ്, ഇനി അതൊന്ന് ക്ലീൻ ചെയ്ത് വിട്ടാൽ മാത്രമേ നമുക്ക് നല്ല മുന്തിരി ഫലങ്ങൾ കിട്ടത്തുള്ളൂ. അപ്പം നമ്മൾ മുന്തിരി പ്രൂൺ ചെയ്യാൻ കയറിയപ്പോഴാണ് നമ്മുടെ മുളക് മുഴുവൻ വിളവായി കിടക്കുന്നത് കണ്ടത്. അപ്പം നമ്മൾ ഇത് കണ്ടോ, നമ്മുടെ മുളകെല്ലാം നിറച്ച് കിടക്കുകയാണ്. നമ്മളിത് ബജിമുളകെന്നും പറഞ്ഞാണ് മേടിച്ച് വെച്ചത്. പക്ഷേ ഇത് ബജിമുളകല്ല. സംഭവം ഇത് നമ്മൾ കണ്ടിട്ട് നമ്മുടെ ഈ കൊണ്ടാട്ടം ഉണ്ടാക്കുന്ന സൈസ് മുളകാന്ന് തോന്നുന്നു. പക്ഷേ ഏതായാലും നമുക്കിത് വിളവെടുക്കണം. വിളവെടുത്തില്ലെങ്കിൽ അടുത്തത് നമുക്കിത് ഇത് കണ്ടോ, 4 ചെടി നമ്മൾ വെച്ചത്, 4 ചെടി നിറച്ച് കായ്ച്ച് കിടക്കുന്നുണ്ടോ. ഇത് കണ്ടോ, ഇതിൻ്റെ കടി കിടക്കുന്ന നോക്കി. ഇത് കണ്ടോ, നല്ല കൊലകൊലയായിട്ട് കിടക്കുന്നത്, കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഇത് കണ്ടോ, ഒരെണ്ണം പഴുക്കാൻ തുടങ്ങി. ഇവിടെയൊക്കെ ഉണ്ടോ, ഇങ്ങോട്ട് നോക്കി, ഇവിടെ ഒരെണ്ണം പഴുക്കാൻ തുടങ്ങി. അതുപോലെ ഇതെല്ലാം നിറച്ച് ഈ മുളക് ഇനി നമ്മൾ എടുത്തില്ലെങ്കിലുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ മുളകിൻ്റെ വളർച്ച മുരടിച്ച് പോകും. അതുപോലെ തന്നെ പുതിയ പൂക്കൾ ഉണ്ടാകാനും കായ്ക്കാനും ഒക്കെ താമസിക്കും. അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ വിളവ് അങ്ങ് എടുത്തേക്കാമെന്ന് കരുതിയാണ്. അപ്പം നമുക്ക് നമ്മുടെ മുളകിൻ്റെ വിളവെടുക്കാം. ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഈ മുളക് നമുക്ക് ഇത് കണ്ടോ, ഇതുപോലെ ഇങ്ങനെ അടത്തിയെടുത്താൽ മതി. ഇത് കണ്ടോ, ഇങ്ങനെ അടത്തിയെടുത്താൽ ഇത് നമുക്ക് എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ, കുറച്ച് നമുക്ക് ഇതിന് നല്ല എരിവുണ്ട് കേട്ടോ. നമ്മൾ ഒരു ദിവസം ഇതിൻ്റെ ഒരെണ്ണം നമുക്ക് കിട്ടിയത് നമ്മളൊന്ന് കറിക്കകത്തിട്ട് നോക്കി. ഒരെണ്ണം മുറിച്ചിട്ടപ്പം തന്നെ അതിനകത്ത് നല്ല എരിവായിരുന്നു. നമുക്കിത് കൊണ്ടാട്ടമുളകാക്കി എടുക്കാം. ഇത് നമുക്ക് ഇതിനെ ഉണക്കിയെടുത്ത നമുക്ക് കൊണ്ടാട്ടം വെക്കുന്ന മുളകാക്കി എടുക്കാം. തൽക്കാലം നമുക്ക് ഇതെല്ലാം മുഴുവൻ അങ്ങ് പറിച്ചേക്കാം. കരിയെല്ലാം നമ്മുടെ ഈ ചെടി നശിച്ചു പോകും. ഇതുപോലെ നമുക്ക് ഫുള്ളായിട്ട് അങ്ങ് അടത്തിയെടുക്കാം. ഇത് എന്നിട്ട് നമുക്കിത് ഇച്ചിരി ഉപ്പുമൊക്കെ തേച്ച് നമുക്കിത് ഉണക്കണം. ഉണക്കി കൊണ്ടാട്ടമുളക് ആക്കി വെക്കുവാണെങ്കിൽ നമുക്ക് ചോറൊക്കെ ഉണ്ണുമ്പോൾ അല്ലെ കഞ്ഞിയൊക്കെ കുടിക്കുമ്പോൾ നമുക്കതിനകത്തോട്ട് ചാലിച്ച് കഴിക്കാൻ പറ്റും. ഇങ്ങനെ അങ്ങ് എടുത്താൽ മതി. ഇത് കണ്ടോ, 4 ചെടി, ഒരു ചെടിയെ നമ്മൾ പറിക്കുന്ന എന്തുമാത്രം മുളകുണ്ടെന്ന് നോക്കി. ഇതൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ വെറും ചെറിയ ചട്ടിക്കകത്തൊക്കെയാണ് നമ്മൾ ഇത് വെച്ചിരിക്കുന്നത്. ആ ചട്ടിക്കകത്ത് വെച്ച് കുറച്ച് ഈച്ചയൊന്നും കയറാതെ നമ്മളൊന്ന് നോക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഈച്ചയൊക്കെ കയറി കഴിഞ്ഞ് ഇത് കണ്ട്, ഇത് 2-3 ചെറുത് കിടപ്പുണ്ട്, അത് അവിടെ കിടക്കരുത്. അത് നമുക്ക് പാകമായിട്ടില്ല, അത് അവിടെ കിടന്നില്ല, അത് കുഴപ്പമില്ല. നമുക്ക് പാകമായതെല്ലാം പയ്യെ പറിച്ചെടുക്കാം. നമുക്ക് എന്നിട്ട് ഇത് ഓരോ ചെടിയിൽ നിന്നും പറിച്ചെടുക്കുന്നത് കണ്ടോ, ഇതെല്ലാം നമുക്ക് ഇനി ഉണക്കാനുള്ളതാണ്. ഉണക്കി വെക്കുവാണെങ്കിൽ കുറച്ച് നമുക്ക് പച്ചയായിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. അങ്ങനെയാകുമ്പോൾ നമുക്ക് പച്ചമുളകിന് പകരം പച്ചമുളക് ഇടുന്നതിൽ വരുവാ കേട്ടോ ഇതിന്. പക്ഷെ കൊണ്ടാട്ടമുളകാണ്, ഇതിൻ്റെ ആ ഷേപ്പ് കണ്ടുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇത് കണ്ടോ, ഇതാണ് ഈ വെള്ളിച്ച എന്ന് പറയുന്ന സാധനം കണ്ടോ, ഇതേ വരുന്നുണ്ട് ചെറുതായിട്ട്. നമ്മൾ മരുന്ന് എന്ന് പറയുന്ന വേപ്പ് ഓയിൽ മാത്രമാണ് സ്പ്രേ ചെയ്ത് കൊടുക്കാറുള്ളത്. കാര്യം നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന സാധനമാണ്. അതുപോലെ ആരുപയോഗിച്ചാലും നമുക്ക് ശരീരത്തിനൊക്കെ നല്ലത് മറ്റ് കീടനാശിനികളെക്കാളും നല്ല വേപ്പ് ഓയിൽ മാത്രം സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ചിലർ അതിൻ്റെ കൂടെ ചെറിയ സോപ്പ് ലായനിയും കൂടെ 1-2 തുള്ളി ഒഴിക്കാറുണ്ട്. കാര്യം ഇതിൽ പിടിച്ചിരിക്കാൻ വേണ്ടിയാണെന്ന് പറയുന്നത്. നമ്മൾ ഇതിനകത്ത് സോപ്പ് ലായനി ഒന്നും ഉപയോഗിക്കാറില്ല, വേപ്പ് ഓയിൽ മാത്രമേ സ്പ്രേ ചെയ്യാറുള്ളൂ. ഇതിൽ ഏകദേശം നമുക്ക് കിട്ടുന്ന മൊത്തം നമുക്ക് അങ്ങ് പറിച്ചേക്കാം. കാര്യം ഇട്ടോണ്ടിരുന്നാൽ ഇപ്പോൾ തന്നെ അതിന് നമ്മൾ ശ്രദ്ധിക്കാതെ വന്നതുകൊണ്ടാണ് ഒരു മുരടിപ്പായിപ്പോയി. ഇനിയിപ്പോൾ ഇത് പറിച്ച് ഇതിൻ്റെ ചുവടൊന്ന് ചെറുതായിട്ട് ഇളക്കി ഇച്ചിരി വളമിട്ട് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും പൊട്ടിക്കിളിർത്ത് നല്ല പോലെ കായ്ച്ചോളും. ഇത് നല്ലവണ്ണം കായ്ക്കും. നമ്മൾ ആദ്യമായിട്ടാണ് ഈ മുളക് കൃഷി ചെയ്തത്. പക്ഷേ ഇതാന്നോർത്ത് കൃഷി ചെയ്തതല്ല, ബജിമുളക് എന്നും പറഞ്ഞ് മേടിച്ച് വെച്ചതാണ്. പക്ഷേ തന്നവർക്കും തെറ്റിപ്പോയി. അവർ ബജിമുളക് കാണും, പക്ഷേ അവർ തൈ എടുത്ത് തന്നത് ചിലപ്പം ഈ കൊണ്ടാട്ട മുളകിൻ്റെ ആയിരിക്കും. പക്ഷേ ഏതായാലും നമുക്ക് നഷ്ടമൊന്നുമില്ല. നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ ഇപ്പോൾ തന്നെ 3 ചെടിയൻ തന്നെ ഇത്രയും കിട്ടി. ഇനിയും കിടക്കുവാണ് ഒരു ചെടി പറിക്കാൻ. ഇതൊക്കെ നമുക്ക് ഉണക്കി വെച്ചാൽ
ഉപകാരപ്പെടും. അതുപോലെ ഫ്രീസറിലൊക്കെ നമ്മൾ പ്ലാസ്റ്റിക് കവറിനകത്താക്കി ഫ്രീസറിൽ സൂക്ഷിക്കുകയാണെങ്കിൽ കുറേ നാൾ മുളക് കേടാകാതെ സൂക്ഷിക്കാനും പറ്റും. നമുക്ക് ആവശ്യമുള്ള സമയത്ത് അതിൽ നിന്ന് എടുത്ത് ഉപയോഗിച്ചാൽ മതി. ഏകദേശം നമുക്ക് എത്ര മുളകുണ്ടെന്ന് ഇത് പറിച്ചതിന് ശേഷം കാണാം. അപ്പം മുന്തിരി പ്രൂൺ ചെയ്യാൻ വന്നതുകൊണ്ടാണ് നമ്മളിത് ശ്രദ്ധിച്ചത്. നമ്മളിത് വെച്ച് വളമൊക്കെ ഇട്ടിട്ട് പോയതാണ്. ഇടയ്ക്ക് വന്ന് വെള്ളം ഒഴിക്കും. അന്നേരം മുളക് പൂവ് ഉണ്ടായി കായ്ച്ച് ചെറുതായിട്ട് വന്നായിരുന്നു, പക്ഷെ മൂത്തത് ശ്രദ്ധിച്ചില്ല. ഇന്ന് കയറി വന്നപ്പോഴാണ് ഇത് കണ്ടത്. അപ്പോൾ നമുക്ക് 4 ചെടിയെന്നും ഇത് കണ്ടോ, ഈ 4 ചെടിയെന്നുമുള്ള മൂത്ത എല്ലാ മുളകുകളും നമ്മൾ ശേഖരിച്ചിരിക്കുകയാണ്. ഇത് കണ്ടോ എന്തുമാത്രം ഉണ്ടെന്ന് നോക്കി. ഒരു പാത്രം നിറച്ച് നമുക്ക് മുളക് കിട്ടിയിരിക്കുകയാണ്. നല്ല മുളകാണ്, ഭയങ്കര എരിവ്. അതുപോലെ തന്നെ നമുക്കിത് കണ്ടോ കൊണ്ടാട്ട മുളകിൻ്റെ അതാ ഷേപ്പ് വരുന്ന ഒരുമാതിരി ചളങ്ങി ഇരിക്കുന്ന ഇത് ഉണക്കിയെടുത്ത് നമുക്ക് സൂക്ഷിക്കാം. കുറച്ച് നമുക്ക് പ്ലാസ്റ്റിക് കവറിനകത്താക്കി ഫ്രീസറിൽ സൂക്ഷിക്കാം. നമുക്ക് ആവശ്യമുള്ളപ്പം എടുത്ത് കറികൾക്കൊക്കെ ഉപയോഗിക്കാം. ഇപ്പം വീടുകളിൽ ഇതുപോലെ ഓരോ ചെടികൾ വെച്ച് പിടിപ്പിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ആ സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പഴയ കൃഷിയെല്ലാം പോയി പുതിയ തൈകൾ നട്ട് കിളുത്ത് വരുന്ന ഒരു ഭാഗമാണ് കാണുന്നത്. കുറച്ച് പച്ചമുളക്, വെണ്ട, വഴുതന, തക്കാളി, അതുപോലെ പഴയ തക്കാളി ഇത് കണ്ടോ. ഇങ്ങോട്ട് വന്ന് നമുക്ക് കാണാം പഴയ തക്കാളി നിറച്ച് കായ്ച്ച് കിടപ്പുണ്ട്. അതിനകത്തും നമുക്ക് ഇച്ചിരി ഇത് കണ്ടോ തക്കാളി പഴുത്ത് അങ്ങ് എടുത്തേക്കാം. അതുകൂടെ എടുത്തേക്കാം. ഏകദേശം പഴുത്ത തക്കാളിയും കൂടെ നമുക്ക് അങ്ങ് വിളവെടുക്കാം. ഇതൊക്കെ വീടുകളിലുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ള തക്കാളി ഇങ്ങോട്ട് താഴോട്ട് കിടക്കുന്ന കമ്പയിലൊക്കെ പഴുത്ത് കിടപ്പുണ്ട്. പറിച്ചെടുക്കാം, അല്ല താഴോട്ട് പോകും. കണ്ടോ തക്കാളി നമുക്ക് ആവശ്യത്തിൽ കൂടുതലുള്ള തക്കാളി ഉണ്ട് കേട്ടോ. തക്കാളി ചാറോ ഒക്കെ വെക്കാൻ ഉപയോഗിക്കാം. അതുപോലെ കറികൾക്കകത്തൊക്കെ തക്കാളി പഴം ഇട്ടു കറികൾ വെക്കുന്നവർക്കൊക്കെ അതും ഉപയോഗിക്കാവുന്നതാണ്. കണ്ടോ ഇടയിൽ ഒരെണ്ണം കിടക്കുന്നു. ഇതൊക്കെ കണ്ടോ, ഇത് പഴുത്ത് വരുന്നതാണ്. അത് അവിടെ കിടക്കട്ടെ, പഴുക്കട്ടെ. ഇപ്പം ഇത് കണ്ടോ ഇത്രയും തക്കാളിപ്പഴം കൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ ഇന്ന് കിട്ടിയിരിക്കുകയാണ്. അതുപോലെ നമ്മുടെ സപ്പോട്ട കണ്ടോ, സപ്പോട്ട ഇത് ബനാന സപ്പോട്ടയാണ്. ഇതിൽ ഇഷ്ടംപോലെ കാ പിടിച്ച് വരുന്നുണ്ട്. ഒന്നും പറിക്കാറായിട്ടില്ല, പാകമായിട്ടില്ല, ചെറുതാണ്. അതുപോലെ അടുത്ത പൂ വരുന്നു. ഇങ്ങനെയുള്ള ഒത്തിരി ചെടികൾ നമുക്കുണ്ട്. അതുപോലെ നമ്മുടെ ആവശ്യത്തിന് വീട്ടാവശ്യത്തിന് കറിവേപ്പ്, കറിക്കകത്ത് എന്തെങ്കിലും പെട്ടെന്നൊരു കറിവേപ്പിൻ്റെ ഇല വേണമെന്ന് വെച്ച് നമുക്ക് ഓടി വന്ന് ടെറസിന് മേളിൽ വന്ന് പറിച്ച് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ നാരകം, ഇങ്ങനെയുള്ള പല കൃഷികളും നമ്മുടെ ടെറസിന് മേളിലുണ്ട്. അപ്പോൾ ഇപ്പം നമ്മളിത് താഴെ വെച്ചതിന് ശേഷം നമ്മുടെ മുന്തിരി പ്രൂൺ ചെയ്യാൻ പോവുകയാണ്. അപ്പം നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും വീണ്ടും ഹാപ്പി ഓണം. ബൈ ബൈ.